എനിക്ക് വിഷമം ഉണ്ടാക്കിയത് ഞാൻ ഇതിന്റെ അകത്ത് രാഷ്ട്രീയം പറയരുത് എന്ന് വിചാരിച്ചു വന്നു. പക്ഷെ രണ്ടു മന്ത്രിമാരുടെ പ്രസ്താവനകൾ, ഒന്ന് ആരോഗ്യമന്ത്രി നിങ്ങളോട് ചർച്ചയ്ക്ക് പോയ സമയത്ത് നിങ്ങളുടെ പ്രതികരണം അനാവശ്യമായ സമരമാണെന്ന്. അനാവശ്യമായ, ഇതെങ്ങനെ അനാവശ്യമാകുന്നത്? ആദ്യം ആരോഗ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ആവശ്യവും അനാവശ്യവും എന്താണെന്ന് തിരിച്ചറിയണം. ആദ്യം എന്താണ് ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആളല്ലേ, ഈ പാവങ്ങൾ ചെയ്യുന്ന ജോലി എന്താണ് എന്ന് പറയുകയും അവരെ കുറിച്ച്, ആശാ വർക്കർമാരെ കുറിച്ച് അഭിമാനത്തോടെ കേരളത്തോടും ലോകത്തോടും പറയേണ്ട ആളാണ് ആരോഗ്യമന്ത്രി. ആ കേരളത്തിന് വേണ്ടി, കേരളത്തിന്റെ ആരോഗ്യരംഗം നിലനിർത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അവരിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, ഈ സംസ്ഥാനം അഭിമാനം കൊള്ളുന്നു എന്ന് പറയേണ്ട ആളാണ് നിങ്ങളോട് അനാവശ്യ സമരം എന്ന് പറഞ്ഞു. പിന്നെ ഒരാൾ പറഞ്ഞത് ഞാൻ കുത്തിയിളക്കി കൊണ്ടുവന്നാണ് ധനകാര്യ വന്ന്, അത് കാശില്ലാത്തോണ്ട് പറഞ്ഞ, കയ്യില് കാശില്ലാത്തോണ്ട് ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുകയാണ്. അതാണ്. അതുകൊണ്ട് അത് ഏത് രീതിയിൽ അവതരിപ്പിക്കണമെന്ന് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ കുത്തിയിളക്കി സമരം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് അവരുമായി ബന്ധപ്പെട്ട സംഘടന സമരം ചെയ്തല്ലോ, ഞങ്ങളുമായി ബന്ധപ്പെട്ട സംഘടനകൾ സമരം ചെയ്തല്ലോ. അവരാരെങ്കിലും കുത്തിയിളക്കിയിട്ട് വന്നാണോ? സത്യത്തിൽ അവരെല്ലാവരും പറയുന്ന സങ്കടങ്ങൾ വേണ്ട രീതിയിൽ ഞങ്ങളാരും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള സങ്കടമാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ളത്. അത് നിങ്ങളാണ് അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തി തന്നത്. ഞാൻ പറയും, ഞാനടക്കമുള്ള ആളുകളെ നിങ്ങൾ ഈ സമരം ചെയ്തിട്ടാണ്, ഈ 10 ദിവസത്തെ സമരം കൊണ്ടാണ് നമ്മളത് പറയുന്നത്. എന്താ, നമ്മളെ അത്ര ഗൗരവമായി അത് എടുത്തിട്ടില്ല എന്നത് ഇപ്പൊ എനിക്ക് കുറ്റബോധം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാനത് അങ്ങനെ പറഞ്ഞാൽ എന്താ തെറ്റ്? ഇനി അതിന്റെ പലിശയ്ക്ക് കൂടിയുള്ള പരിഹാരം ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട, ആരും ആക്ഷേപിക്കേണ്ട. കേരളത്തിൽ സമരം ചെയ്യുന്നതൊന്നും ഒരു പുത്തരിയല്ല. ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ആളുകൾ സമരം ചെയ്തിട്ടുണ്ട്. ആ സമരമൊക്കെ പോയി ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ ചെയ്ത ആളുകൾ ഇതൊരു അനാവശ്യ സമരമാണ് എന്ന് പറയുന്നതിൽ ഒരു ന്യായമില്ല. നിങ്ങൾ ഒരു സംഘടനയുടെ പേരിലാണ് അല്ലേ സമരം ചെയ്യുന്നത്. പക്ഷെ ആ സംഘടനയുടെ പേരിൽ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ, ആ സംഘടനയുടെ പേരിൽ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാർക്ക് വേണ്ടി കൂടിയാണ് സമരം ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾ കാണുന്നത്. നിങ്ങൾ വന്ന് കുറെ പേര് ഈ 10 ദിവസമായി ഈ പൊരിവെയിലത്തിരുന്ന് ഈ സമരം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരുപാട് ഈ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറയാം. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം ചെയ്തതിന് ഇതിന്റെ നേതാക്കളോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറയാം. എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഇത് സ്റ്റാലിന്റെ രക്ഷയല്ല, ഇത് നമ്മുടെ കേരളമാണ്. ഇവിടെ എത്രയോ പേര് സമരം ചെയ്തു. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഒരു ഡസൻ സമരങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇവിടെ. അങ്ങനെയാണെങ്കിൽ എന്നെ അടക്കം പോലീസ് സ്റ്റേഷനിൽ വിളിക്കണമല്ലോ. സമരം ഉദ്ഘാടനം ചെയ്തതിന്റെ പേരിൽ അസംബ്ലി ഉണ്ടായിരുന്ന എല്ലാ ദിവസവും ഇന്നുണ്ട് ഞങ്ങൾക്ക് അപ്പുറത്തൊരു സമരം. ഞങ്ങൾ സമരം ചെയ്യാറുണ്ട്, സമരം ഉദ്ഘാടനം ചെയ്യാറുണ്ട്. സമരം ചെയ്ത ആളുകളെ, അതിന്റെ നേതാക്കളെ കേസെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം. പറയാ നിയമം ലംഘിച്ചു. എന്ത് നിയമമാണ് ഈ പാവങ്ങള് ലംഘിച്ചത്? പേടിപ്പിക്കാൻ നോക്കുക. അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. അതൊക്കെ വരുമ്പോ ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതൊന്നും പേടിക്കണ്ട. അത് ആര് സമരം ചെയ്താലും, കേരളത്തിൽ ഏത് പാർട്ടിക്കാരും സമരം ചെയ്താലും, ഏത് സംഘടനകൾ സമരം ചെയ്താലും, നമുക്കെതിരെ, ഇപ്പൊ എനിക്കെതിരെ സമരം ചെയ്താലും, ഞങ്ങൾക്കെതിരെ സമരം ചെയ്താൽ അത് അവരുടെ അവകാശമാണ്. ഇവിടെ എന്ത് നിയമ ലംഘനമാണ് ഇവര് നടത്തിയിരിക്കുന്നത്? എന്ത് നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത്? കേരളത്തിൽ അവരുടെ ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കുറെ ആശാവർക്കർമാർ വന്ന് സമരം ചെയ്യുമ്പോൾ അത് നിയമലംഘനമാണ്, അത് എന്തോ നിയമവിരുദ്ധതയാണ്. ഇതിന്റെ ഒരു മാവോയിസ്റ്റുകളാണ്. മാവോയിസ്റ്റുകളാണെങ്കിൽ അവർക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ടല്ലോ. മാവോയിസ്റ്റുകൾക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ടല്ലോ. ഇവിടെ വന്നിട്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വന്നിട്ട് ഇവിടെ അല്ലാതെ എവിടെ പോയിട്ടാണ് ഇത് പറയുന്നത്? ആരോടാ പറയേണ്ടത്? ബധിരകർണങ്ങളുമായിട്ട് ഇരിക്കുന്ന ആളുകൾ ഇതിന്റെ അകത്താണ് ഇരിക്കുന്നത്. അവരോടല്ലാതെ പിന്നെ എവിടെ പോയിട്ടാണ് ഇത് പറയേണ്ടത്? അപ്പൊ കേസെടുക്കുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണ്ട. കേസെടുത്തെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ, അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞാൽ ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ വരാം. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ വരാം നിങ്ങളുടെ കൂടെ. എന്തൊരു മര്യാദയാണ്! പോലീസ് സ്റ്റേഷനിൽ സമരം ചെയ്ത അതിന്റെ നേതാക്കളോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറയും. പിന്നെ ഇപ്പൊ പ്രസംഗം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി, പോലീസ് സ്റ്റേഷനിലൊന്നും ചെല്ലാനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റു പിന്മടങ്ങുന്ന ആളിലൊന്നും അല്ല ഇതിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്നു അല്ലേ?
ഞാൻ അഭിനന്ദിക്കുകയാണ് നിങ്ങളെ. തീർച്ചയായും ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. കേരളത്തിലെ പ്രതിപക്ഷം ഐക്യ ജനാധിപത്യ മുന്നണി ഈ സമരത്തിന് പൂർണ്ണമായ പിന്തുണ വാഗ്ദാനം. എല്ലാവരും ഈ സമരത്തിന് പിന്തുണ നൽകാൻ മുഴുവൻ നേതാക്കളോടും മുഴുവൻ ആളുകളോടും ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ സമരം വൻ വിജയമായി മാറും.